കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എന്താണ് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദ്രവ്യങ്ങൾ വെച്ച് ഭഗവാന്മാർക്ക് അല്ലെ ഭഗവതിമാർക്ക് പറയിട്ടാൽ, നമുക്ക് പറയിടുക എന്ന് വെച്ചാൽ എന്താ, നമ്മൾ മനസ്സറിഞ്ഞ്, പഴയ കാലത്തൊക്കെ വെച്ചാൽ നമുക്ക് വീടുകളിൽ കൃഷി ഉണ്ടായിരുന്നു. അപ്പം നെല്ലൊക്കെയാണ് പറയിടുന്നതാണ് അന്നത്തെ കാലത്ത് പ്രധാനമായിട്ടും ചെയ്തു വന്നിരുന്നത്. മറ്റുള്ള ദ്രവ്യങ്ങളും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. നെൽപ്പറയാണ് കൂടുതലായിട്ടും. നെൽപ്പറ ഭഗവാന് അഭിമുഖമായിട്ട് നമ്മൾ നിന്ന് നാഴി, ചങ്ങഴി, നിറപ്പറ ഇവ വെച്ച് ആദ്യം വെറും നിലത്ത് വെക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. ഒരു ചാക്കോ മറ്റോ ഇട്ടിട്ട് അതിൽ നെല്ലാണെങ്കിൽ താഴെ മൂന്നിടത്തും, അതായത് നിറപ്പറയും ചങ്ങഴിയും നാഴിയൊക്കെ വെക്കുന്നിടത്ത് മൂന്നിടത്തും കുറച്ച് നെല്ലിട്ട് ഓരോ പുഷ്പം ഇട്ട്, പഴയ കാലത്ത് ഓരോ നാണയം വെക്കാറുണ്ട്, ഇപ്പം നാണയം വെച്ച് കാണുന്നില്ല. എന്തായാലും ഈ പറഞ്ഞ പുഷ്പവും നെല്ലും ഇട്ട് അതിൻ്റെ മുകളിൽ ചങ്ങഴി നാഴിയൊക്കെ നിറച്ച് ഇടാൻ സഹായിക്കുന്ന ഒരാൾ ഉണ്ടാവും. നിറച്ച് വെച്ചിട്ട്, ഇത് അറിയാവുന്നവരൊക്കെ ഉണ്ട് കേട്ടോ, അറിയാൻ പാടാത്തവർക്ക് വേണ്ടി വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. അതിനുശേഷം 3 പ്രാവശ്യം നമ്മുടെ മനസ്സറിഞ്ഞ് ഭഗവാന് ആ നെല്ല് കൈ നിറച്ച് വാരിയിടുന്ന അവസ്ഥ. അതിനുശേഷം സഹായമായിട്ട് നിൽക്കുന്ന ആൾ നെല്ല് നിറയ്ക്കും. നിശ്ചയിക്കപ്പെട്ട കർമ്മി അല്ലെങ്കിൽ മേശാന്തി, ഈശാന്തി, സഹായി ആരാന്ന് വെച്ചാൽ അദ്ദേഹം ഇതിൻ്റെ മുകളിൽ ഒരു നാണയവും പുഷ്പം വെച്ചിട്ടുണ്ടാവും. ആ നാണയവും പുഷ്പവും നെല്ലും ഉൾപ്പെടെ ചങ്ങഴിയിൽ നിന്നറപ്പറയെന്നും എടുത്തിട്ട് ഭഗവാന്റെ ധ്യാനമന്ത്രം ചൊല്ലിയിട്ട്, സമൃദ്ധി മന്ത്രം ചൊല്ലിയിട്ട്, നമുക്ക് അനുഗ്രഹിക്കുന്നതിനുള്ള മന്ത്രമുണ്ട്. ഇങ്ങനെ 3 മന്ത്രങ്ങൾ ചൊല്ലി ആദ്യം ഭഗവാനെയും, രണ്ടാമത് ഇത് ഇട്ട ആളിനെയും ആളിൻ്റെ കുടുംബാംഗങ്ങളെയും നമുക്ക് ഒരു പകുതി നെല്ല് വെച്ച് അനുഗ്രഹിച്ച്, പകുതി നെല്ല് ഇലയ്ക്കകത്താക്കി ഇവർക്ക് ആ നാണയവും ആ നെല്ലും ഒരു വർഷം സമ്പൽ സമൃദ്ധിയെല്ലാം കിട്ടുന്നതിനായിട്ട് വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് പൂജാമുറി വെച്ച് പ്രാർത്ഥിക്കാനാണ് സാധാരണ പറയുക. അപ്പോൾ ഇത് നെൽപ്പറയിടുന്ന രീതിയാണ്. ഇതിൽ തന്നെ പറയിടുന്ന ഒരുപാട് സമ്പ്രദായങ്ങളുണ്ട്. അവല് പറയിടാറുണ്ട്. അവല് പറയിടുന്നത് ദാരിദ്ര്യം മാറുന്നതിനായിട്ടാണ്, മാനസിക വിഷമങ്ങൾ മാറുന്നതിനായിട്ട് മലര് പറയിടുന്നത്, സർവാഭിഷ്ട സിദ്ധിക്കായിട്ടാണ് നെല്ല് കൊണ്ട് പറയിടുക. ഇനി മഞ്ഞൾ കൊണ്ട് പറയിടുന്നത് പെട്ടെന്ന് വിവാഹം നടക്കുന്നതിനായിട്ടാണ്. അതുപോലെ എള്ള് കൊണ്ട് പറയിടുന്നത് ശത്രുദോഷം, ശനിദോഷം ഒക്കെ മാറുന്നതിനായിട്ടാണ്. പിന്നെ ഫ്രൂട്ട്സുകളൊക്കെ കൊണ്ട് പല ഫ്രൂട്ട്സുകളുണ്ട്. പൈനാപ്പിളുണ്ട്, ആപ്പിള്, മുന്തിരിങ്ങായ, പേരയ്ക്കായ, ഈന്തപ്പഴം, അങ്ങനെ പല ഫ്രൂട്ട്സുകൾ കൊണ്ട് നമുക്ക് പറയിടാറുണ്ട്. അതെല്ലാം ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങളൊന്നും ഉണ്ടാവരുത്, മധുരകേറിയ അനുഭവങ്ങൾ ഉണ്ടാവുന്നതിനായിട്ടാണ്. പഞ്ചസാര കൊണ്ട് നമ്മൾ പറയിടുന്നത് കുടുംബത്തിൽ ദാമ്പത്യ പൊരുത്തം ഉണ്ടാവാനായിട്ട്, പൊരുത്തക്കേടുകൾ മറന്നു പോകാനായിട്ട്. ശർക്കര കൊണ്ട് നമ്മൾ പറയിടുന്നത് സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാവുന്നതിനായിട്ട്. അങ്ങനെ ഓരോ ദ്രവ്യങ്ങളുണ്ട്. ഓരോ ദ്രവ്യങ്ങളുണ്ട് നമുക്ക് ഇടുന്നതിനും പിന്നിൽ ഓരോ കാരണങ്ങളുണ്ട്. കൂവളത്തുംകായ ഇടാറുണ്ട്, രോഗശമനത്തിനായിട്ട് കൂവളത്തുംകായ ഇടാറുണ്ട്. പിന്നെ സർവ അഭിഷ്ട ശുദ്ധിക്കായിട്ട് ഇപ്പം നെല്ലിനെ പോലെ തന്നെ നമുക്ക് അരി ഇടാറുണ്ട്. പിതൃദോഷങ്ങൾ, സർവാഭിഷ്ട ശുദ്ധി ഉണ്ടാവാൻ അരി തന്നെ പച്ചരി ഇടുന്നുണ്ട്, ഉണക്കലരി ഇടാറുണ്ട്, ചുമന്ന അരി ഒക്കെ ഇടാറുണ്ട്. അങ്ങനെ പല അരി കൊണ്ട് നമ്മൾ പറയിടാറുണ്ട്. പിന്നെ പുഷ്പങ്ങൾ കൊണ്ട് പറയിടാറുണ്ട്. ശത്രുദോഷം മാറുന്നതിനായിട്ടാണ് ചുവന്ന പുഷ്പങ്ങൾ കൊണ്ട് പറയിടുക. മഞ്ഞ പുഷ്പങ്ങൾ കൊണ്ട് പറയിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സമൃദ്ധിക്കായിട്ട് മഞ്ഞ പുഷ്പങ്ങൾ കൊണ്ട് വിഷ്ണു പ്രീതിക്കായിട്ട് ഇടാറുണ്ട്. പിന്നെ നവധാന്യങ്ങൾ കൊണ്ട് പറയിടാറുണ്ട്, നവഗ്രഹ ദോഷങ്ങൾ മാറുന്നതിനായിട്ട്. അപ്പം അങ്ങനെ ഓരോ ദ്രവ്യങ്ങളോട് പറയിടുമ്പോഴും അതിന് പിന്നിൽ ഓരോ കാര്യങ്ങളുണ്ട്. നമ്മളത് ചെയ്യുമ്പോൾ അതിന് കാര്യകാരണങ്ങൾ അറിഞ്ഞ് ചെയ്യുക. അറിയാതെ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. ഇന്ന് പല ഭാഗവത സപ്താഹയജ്ഞ വേദികളിൽ പല ആചാര്യന്മാരും ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കാറുമുണ്ട്. പറഞ്ഞു കൊടുക്കാതെ എന്നെ പറകളിടാൻ പറയാറുണ്ട്. അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും മുടങ്ങിപ്പോയ വിവാഹമുണ്ട്. ആ മുടങ്ങിപ്പോയ വിവാഹം നടക്കുന്നതിനായിട്ട് നാരങ്ങ കൊണ്ട് നമുക്ക് പറയിടാൻ പറ്റും. അപ്പം അങ്ങനെ ഓരോ ദ്രവ്യങ്ങൾ നമുക്ക് അറിയില്ല. അപ്പം എങ്ങനെ ഭഗവാൻ എല്ലാ ദ്രവ്യങ്ങളോടും പറയിടാൻ പറ്റും. സാത്വിക ഭാവത്തിലുള്ള എന്ത് ദ്രവ്യങ്ങളായാലും വെച്ച് ഭഗവാൻ പറയിടാൻ പറ്റും. നാളികേരം വെച്ച് പറയിടുന്നുണ്ട്. വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു കാര്യമാണ് നാളികേരം വെച്ച് പറയിടുക എന്ന് വെച്ചാൽ. പാപദോഷങ്ങൾ ഒഴിഞ്ഞു പോകുന്നതിനാണ് നാളികേരം വെച്ച് പറയിടുന്നത്. ഇനി ശിവ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവാനായിട്ട് ഭസ്മം കൊണ്ട് പറയിടാറുണ്ട്. ചന്ദനം കൊണ്ട് പറയിടുന്നത് വെച്ച് കഴിഞ്ഞാൽ ദേഹ അസ്വസ്ഥ്യങ്ങൾ മാറുന്നതിനായിട്ട്, ത്വക്ക് രോഗങ്ങൾ മാറാൻ ചന്ദനം കൊണ്ട്, ഒറിജിനൽ ചന്ദനം വേണം, ചന്ദനം മുട്ടിയാവാം, അരച്ച ചന്ദനമാവാം, സാധാരണ ചന്ദനമാവാം, ഏതായാലും ചന്ദനം കൊണ്ട് പറയിടാറുണ്ട്.
കുങ്കുമം കൊണ്ട് ദേവീപ്രീതിക്കായിട്ട് കുങ്കുമം കൊണ്ട് പറയിടാറുണ്ട്. നെയ്ക്കുമ്പളങ്ങ പറഞ്ഞ പോലെ ദൃഷ്ടിദോഷങ്ങളും നാവദോഷങ്ങളൊക്കെ പോകാൻ നെയ്ക്കുമ്പളങ്ങ കൊണ്ട് പറയിടാറുണ്ട്. അപ്പം അങ്ങനെ ഓരോ ദ്രവ്യങ്ങളും നമുക്ക് സാത്വികമായിട്ടുള്ള എന്ത് വിഭവങ്ങൾ കൊണ്ടായാലും എന്ത് ദ്രവ്യങ്ങൾ കൊണ്ടായാലും ഭഗവാന് പറയിടാം. ഈ പറയിടുന്നതിലൂടെ തന്നെ നമുക്ക് അൻപറയായിട്ട് പറഞ്ഞ 5 കൂട്ടം ദ്രവ്യങ്ങൾ ഒരുമിച്ച് പറയിടാറുണ്ട്. ഞാലിപ്പൂവമ്പഴം, ശർക്കര, പഞ്ചസാര, അവല്, മലര്. ഇത് തന്നെ നമ്മൾ ഈ ഞാലിപ്പൂവമ്പഴം ഒഴിവാക്കിയിട്ട് ഇതിന് പകരമായിട്ട് ശർക്കര ഇടുന്നവരുണ്ട്. തേൻ കൊണ്ട് ചെറിയ കുപ്പിക്കകത്ത് നിറച്ച് തേനുണ്ട്. നെയ്യ് കൊണ്ട് നെയ്പ്പറ ഇടുന്നവരുണ്ട്. നെയ്പ്പറ ഇടുന്നത് വെച്ച് കഴിഞ്ഞാൽ സർവ്വകാര്യസിദ്ധിക്കും ഏറ്റവും നല്ലതാണ്. അതുപോലെ മുജ്ജന്മദോഷങ്ങൾ പോകാനായിട്ട് നെയ്യ് കൊണ്ട് പറയിടുന്നത്, പെണ്ണ കൊണ്ട് പറയിടാറുണ്ട്. ഇതൊക്കെ വളരെ ശ്രേഷ്ഠമായിട്ടാണ് പറയപ്പെടുന്നത്. നമ്മൾ ഈ പറയിടുമ്പോൾ നമ്മൾ സ്വയം ചിന്തിക്കണം. നമുക്ക് ഇതിലൂടെയൊക്കെ നമുക്കൊരു പരിധിവരെ ദോഷങ്ങൾ മാറില്ല എന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് പൂർണ്ണമായിട്ട് അതിനൊരു ഫലം കിട്ടണമെങ്കിൽ നമ്മുടെ ഭാഗത്ത് നെഗറ്റീവായിട്ടൊന്നും പാടില്ല. പഴയ കാലത്തൊക്കെ പറയും പിതൃദോഷം കടന്നു കഴിഞ്ഞാൽ, പിതൃക്കാൽ അഞ്ഞു കടന്നു കഴിഞ്ഞാൽ കുടുംബക്കാർക്കും അലച്ചിലായിരിക്കും മൊത്തം ഉണ്ടാവുന്നത്. അനുഭവവും കാണില്ല. സ്വർണം കൊണ്ട് പറയട്ടെന്ന് പറഞ്ഞാൽ പോലും, വെള്ളി കൊണ്ട് പറയട്ടെന്ന് പറഞ്ഞാൽ പോലും അവനവന് അനുഭവയോഗം എന്ന് പറഞ്ഞ അവസ്ഥയുണ്ട്. ചിലർ നാണയപ്പറയൊക്കെ ഇടാറുണ്ട്. സാമ്പത്തിക കടബാധ്യതയൊക്കെ മാറാൻ നാണയപ്പറയൊക്കെ ഇടാറുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോൾ അവനവൻ്റെ ഭാഗത്ത് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടോ എന്ന് കൂടെ ചിന്തിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. നമുക്ക് പകല് മൊത്തം നാട്ടുകാരെ കുറ്റം പറഞ്ഞ സന്ധ്യയ്ക്ക് കൃഷ്ണരാമാഹരി എന്ന് വിളിച്ചാൽ പാവദോഷം മാറുമോ? ഒരിക്കലും മാറില്ല. മനസ്സ് നല്ലതായിട്ട് ആർക്കും ഒരു ദോഷം ചെയ്യാത്ത, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് നെഗറ്റീവ് ഒന്നും ഇല്ലാത്തൊരാള് പറഞ്ഞ് പോയി മനസ്സർപ്പിച്ച് ഭഗവാനെ ഒന്ന് വിളിച്ചാൽ മതി. നമ്മൾ 1000 പറയിട്ടതിന് തുല്യ ഭഗവാൻ എന്ന് വിളിക്കുന്ന ആ ഒരു വിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധ കൂടുതലായിട്ട് ചെലുത്തുക. ഇനിയും ഇതുപോലെ വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.